ദൈവ കരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുകയാണ്. നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ദൈവകരുണയുടെ പ്രവാഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുവാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കരുണയുടെ മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുക എന്നുള്ളത്. പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത പല പദവികളിൽ ഒന്ന് നമുക്ക് കാണാൻ പറ്റും. കരുണയുടെ മാതാവ്, കരുണയുടെ നിറകുടം. ഈ മാതാവിനെ അനുകരിക്കുന്നതും ഈ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നതും ദൈവ കരുണയ്ക്ക് നമ്മെ അർഹരാക്കുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 27:14 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവ കരുണയ്ക്ക് നമ്മെ യോഗ്യരാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുക എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ വിശ്വാസം അർപ്പിച്ച് ദുർബലരാകാതെ ധൈര്യം അവലംബിച്ചാൽ ഈ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, ലോകം മുഴുവനിലേക്കും പ്രവഹിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ ഒരു കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന രംഗമാണ്. കാനായിലെ കല്യാണ വിരുന്ന്, അവർക്ക് വീഞ്ഞ് തീർന്നു. അതൊരു നാണക്കേടിനുള്ള അവസരമായിട്ട് മാറാം. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കാണുന്നു പരിശുദ്ധ അമ്മ പറയുന്നൊരു കാര്യം, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നീ അവർക്ക് വീഞ്ഞ് ലഭ്യമാക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് അറിയായിരുന്നു തൻ്റെ മകൻ യേശു നിരൂപിച്ചാൽ അവന് വീഞ്ഞുണ്ടാക്കാൻ പറ്റും. പറയുണ്ട് ആ സാഹചര്യത്തിൽ ആ കുടുംബത്തെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ പരിശുദ്ധ അമ്മ വന്ന് മാധ്യസ്ഥം വഹിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് 5-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വീട്ടുകാരോട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സേവകരോട് മറിയം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. അവൻ എന്തു പറഞ്ഞാലും അത് ചെയ്തോ, ഇവിടെ അത്ഭുതം നടക്കും എന്നുള്ളത് പരിശുദ്ധ മറിയത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു പറയുന്നത് നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അത്ഭുതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. യേശുവിൻ്റെ ഇഷ്ടാനുസരണം നമ്മൾ ജീവിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. 2 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. അത്ഭുതം കാണാനാണേലും കാര്യങ്ങൾ നടന്നു കിട്ടാനാണേലും 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നന്നായിട്ട് ജീവിക്കുക, പാപം ഉപേക്ഷിച്ച് പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ ജീവിക്കുക. 2-ാമത്തെ കാര്യമാണ് വിശുദ്ധരുടെ മാധ്യസ്ഥം, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇവിടെ 2 കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാം. ഒന്നാമത്തേത്, പരിശുദ്ധ അമ്മയെ അനുകരിക്കാൻ പരിശ്രമിക്കുക. പരിശുദ്ധ അമ്മയെ അനുകരിക്കുന്നത് ദൈവകരുണയ്ക്ക് നമ്മളെ യോഗ്യരാക്കുന്ന ഒരു കാര്യമാണ്. 1 കൊറിന്തോസ് 11-ാം അധ്യായത്തിന്റെ ആദ്യ വചനം എടുത്താൽ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം അവിടെ നമുക്ക് കാണാൻ പറ്റും, ഞാൻ യേശുവിനെ അനുകരിക്കുന്ന വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം. നമുക്കറിയാം, ദൈവത്തെ അനുകരിക്കുന്ന ഒരു വ്യക്തിയെ അനുകരിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നമ്മൾ അനുകരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, മറ്റൊരു രീതിയിൽ പറഞ്ഞത്, ദൈവത്തെ അനുകരിക്കുക. ഞാൻ ദൈവത്തെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾക്കും എന്നെ അനുകരിക്കാൻ സാധിക്കും എന്ന്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനം, ലൂക്ക 1-ാം അധ്യായത്തിന്റെ 27 വായിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ ലൂക്ക 1-ാം അധ്യായം 27 മുതൽ മുമ്പോട്ട് വായിക്കുമ്പോൾ അനുകരണീയമായ കുറേ കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ കാര്യങ്ങൾ അനുകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, അതിനൊരു പരിശ്രമം നമ്മൾ നടത്തുന്നെങ്കിൽ ദൈവകരുണയ്ക്ക് നാം അർഹരാകുന്നത് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യമാണ് ലൂക്ക 1:27 നമ്മൾ കാണുക, കന്യാത്വം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്,
ഒരു കന്യകയുടെ അടുത്തേക്ക് ദൈവദൂതൻ വന്നു. ദൈവദൂതൻ അയക്കപ്പെട്ടത് മറിയം എന്ന കന്യകയുടെ അടുത്തേക്കാണ്. നമുക്കറിയാം, ക്രിസ്ത്യാനികളായി നമ്മുടെ വലിയൊരു കടമയാണ് പരിശുദ്ധരായി ജീവിക്കുക എന്നുള്ളത്. 1 പത്രോസ് 1-ാം അധ്യായം 15-16 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനാണ്. പറയുണ്ട്, ആ പിതാവിന്റെ മക്കളായി നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. ഒരു വിധത്തിലും നമ്മുടെ വിശുദ്ധി നഷ്ടമാകരുത് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്നത് ലൂക്കാ 1:28 വചനത്തിലാണ്. ലൂക്കാ 1:28 നമ്മൾ കാണുന്നു, ഗബ്രിയേൽ ദൂതൻ വന്ന് അഭിസംബോധന ചെയ്തത്, മറിയത്തെ അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നന്മ നിറഞ്ഞ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. അപ്പൊ പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു, നന്മ നിറഞ്ഞ വ്യക്തിയായിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ലൂക്കാ 18:27 മത്തായി 19:11 വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവമക്കൾക്ക് കഴിവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കൃപ. ദൈവകൃപയുടെ നിറവുണ്ടെങ്കിൽ നമുക്കെല്ലാം സാധ്യമാകും. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർക്ക് അസാധ്യമായത് കൃപ ലഭിച്ചവർക്ക് സാധ്യമാണ്. സാധാരണക്കാർക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കൃപ ലഭിച്ചവർക്ക് ഇത് സാധ്യമാകും എന്ന് ഈ 2 വചനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വചനമാണ് അടുത്ത കാര്യം. ലൂക്കാ 1:34 നമ്മൾ കാണുന്നുണ്ട്, മറിയം ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മളിവിടെ കാണുക. ഇതെങ്ങനെ സംഭവിക്കും? തൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്നൊരു കാര്യം, പുരുഷനെ അറിയാതെ അവൾ ഗർഭം ധരിക്കുമെന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് അവൾക്ക് ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മറിയം ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഇവളുടെ ശുദ്ധ ഹൃദയം, ശുദ്ധ നിയോഗം, ഇതെല്ലാം കണ്ടിട്ടാണ് ഇവിടെ ഗബ്രിയേൽ ദൂതൻ അതിന് മറുപടി പറയുന്നത് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ നിറവേറുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് അസാധ്യമായത് കൃപ ലഭിച്ചവർക്ക് സാധ്യമാണ്. മറ്റൊരു കാര്യം കൂടി നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും, മറിയം ഒരു സാധാരണ സ്ത്രീയായിരുന്നു. നമ്മളെ പോലെ മാനുഷികത, സംശയങ്ങള് ഇതൊക്കെയുള്ള ഒരു വ്യക്തി. പക്ഷെ അതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവത്തോട് ചോദിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനെല്ലാം ഉത്തരം കണ്ടെത്തി മുമ്പോട്ട് പോയ ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ എന്നുള്ളത് നാം തിരിച്ചറിയണം. അടുത്തത് ലൂക്കായുടെ സുവിശേഷം 1:35 നമ്മൾ കാണുന്ന കാര്യമാണ്. ലൂക്കാ 1:35 നമ്മൾ കാണുന്നത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ മറിയം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൾ. ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ കാണുന്നുണ്ട്, യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളായി മാറുന്നത് എപ്പോഴാണ്? റോമാ 8:9 വായിച്ചാൽ, യേശുവിൻ്റെ അതേ ആത്മാവ് ഉള്ളിലുള്ളവർ യേശുവിനുള്ളവരാണ്, അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. പറയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവരായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. എഫേസ്യസ് 5:18 വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. പറയുണ്ട്, ഈ ആത്മാവിന്റെ നിറവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായി മാറുന്നു എന്ന് നാം തിരിച്ചറിയണം. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, ലൂക്കാ 1:38 വായിക്കുമ്പോൾ, അതാണ് ദാസമനോഭാവം. ദാസമനോഭാവം എന്ന് പറയുന്നത് വിധേയത്വത്തിന് നമ്മെ സഹായിക്കുന്നത്. നമ്മൾ കാണുന്നു, പരിശുദ്ധ അമ്മ പറഞ്ഞൊരു കാര്യമാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ. ആ ദാസമനോഭാവത്തെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ദാസമനോഭാവം മൂലമാണ് പരിശുദ്ധ അമ്മയ്ക്ക് വിധേയപ്പെടാൻ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു വിധേയത്വം അവിടെ ദൈവത്തിന്റെ മുമ്പിൽ എടുക്കാൻ സാധിച്ചത്. ലൂക്കായുടെ സുവിശേഷം 1:45 അടുത്ത കാര്യം, മറിയത്തിൽ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന അടുത്ത കാര്യം.
അവിടെ നമ്മൾ കാണുകയാണ് വിശ്വസിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. വിശ്വസിച്ച, ആഴമായ വിശ്വാസം, സജീവമായ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ അലങ്കരിച്ച 10 സ്വർഗീയ പുണ്യങ്ങളുണ്ട്. അതിലൊന്നാണ് സജീവ വിശ്വാസം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, എലിസബത്ത് ഉദ്ഘോഷിച്ച ഒരു കാര്യമാണ്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. പറയുന്നുണ്ട്, അമ്മ ദൈവത്തെ വിശ്വസിച്ച് ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. അവസാനമായിട്ട് നമുക്ക് എടുക്കാവുന്നത് ലൂക്ക 1:56. ശുശ്രൂഷ ചെയ്ത് ജീവിതത്തിൽ മുന്നേറിയ ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം. എലിസബത്തിനെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്തു പോകുന്ന മറിയത്തെ കാണാൻ സാധിക്കും. 3 മാസം അവളുടെ കൂടെ നിന്ന് അവൾക്ക് ശുശ്രൂഷ ചെയ്തവളാണ് പരിശുദ്ധ കന്യകാമറിയം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. പരിശുദ്ധ അമ്മയെ അനുകരിക്കാൻ നമുക്ക് സാധിക്കണം. ഒപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. വിശുദ്ധ അംബ്രോസ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത്, ഭൂമിയും സ്വർഗവും തമ്മിൽ ബന്ധിക്കുന്ന ഗോവണി അതാണ് പരിശുദ്ധ കന്യാമറിയം. ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിക്കുന്ന ഗോവണി. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ഗോവണി വഴിയാണ്. നാം സ്വർഗത്തിലേക്ക് പോകേണ്ടതും ഈ ഗോവണി വഴിയാണ്. ഇത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എത്രമാത്രം നമ്മെ സഹായിക്കും എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 970 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മറിയം കൃപയുടെ ഉറവിടമല്ല, ഇടനിലക്കാരിയാണ്. ഉറവിടം ദൈവമാണ്, പക്ഷെ മറിയം അതിൻ്റെ ഇടനിലക്കാരിയാണ്. ഷീ ഈസ് നോട്ട് ദ സോഴ്സ് ബട്ട് ദ മീഡിയേറ്റർ. അതാണ് സഭ പോലും നമ്മെ പഠിപ്പിക്കുക. 829 പാരഗ്രാഫ് കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, സഭ മറിയത്തിലൂടെ പരിപൂർണത പ്രാപിക്കുന്നു, കറയോ ചുളിവോ ഇല്ലാതാകുന്നു. വിശ്വാസികളുടെ കണ്ണുകൾ മറിയത്തിലേക്ക് തിരിയണം. അവസാനമായിട്ട് വിശുദ്ധ ബെർണാഡ് പറഞ്ഞൊരു കാര്യം കൂടി നമുക്ക് കാണാം. മറിയത്തിൻ്റെ മാധ്യസ്ഥ ശക്തി അത്ഭുതാവഹമാണ്. അതാണ് ഈ വിശുദ്ധൻ പറയുക, മറിയത്തിൻ്റെ മാധ്യസ്ഥ ശക്തി അത്ഭുതാവഹമാണ്. അവൾ ദൈവിക പുണ്യങ്ങളുടെ മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, മറിയത്തെ അനുകരിക്കാനും മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടാനും നമുക്ക് സാധിച്ചാൽ ദൈവകൃപയുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ വരും. ദൈവകരുണയെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. നന്ദി പറയുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, കരുണ ചൊരിഞ്ഞതിനോട് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.